കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിനൊരു മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റുക. ഈ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ചേട്ടൻ്റെ ഫാമിലി സപ്പോർട്ടീവ് ആയിരുന്നോ, അതോ സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഫാമിലിയുടെ കയ്യിന്ന്? എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എൻ്റെ വൈഫ് എന്നെ പരിചയപ്പെടുന്നത് തന്നെ. അങ്ങനെ ഞാൻ ആ സമയത്ത് കുറച്ച് ഏകാന്തതയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെ എൻ്റെ വൈഫ് നഴ്സായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുന്നു. പിന്നീടാണ് കല്യാണം കഴിക്കാം, അത് ഇങ്ങനെ ഒരു പ്രണയവിവാഹം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാമായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. അപ്പം പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ വൈഫാവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നീ എന്തെങ്കിലും ഒക്കെ പഠിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷെ ആളുടെ ലൈഫ് ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ വൈഫാവുക. അപ്പോൾ പിന്നെ എന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് നടക്കുന്നത് എന്നെയാണ്. അപ്പോൾ എന്നെ ഒരു ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ ആൾക്ക് ലക്ഷ്യം പൂർത്തീകരിച്ചു. അപ്പോൾ ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു എപ്പോഴും. ഇപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അടുത്ത സിനിമ എഴുത്തിലേക്ക് കയറുന്നില്ല, പുസ്തകം എഴുതാൻ പോകുക എന്ന് പറഞ്ഞപ്പോഴും ആൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആൾ നഴ്സിംഗ് ട്യൂട്ടറാണ്. അതുകൊണ്ട് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ആ സപ്പോർട്ട് വീട്ടിലാണെങ്കിലും, എനിക്കിപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു പോയതാണ്, പക്ഷെ അവരുണ്ടായിരുന്ന സമയത്തും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പച്ചൻ നല്ല സപ്പോർട്ടായിരുന്നു. ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും അപ്പച്ചൻ നല്ല സപ്പോർട്ടായിരുന്നു. ആ സമയത്തൊക്കെ അപ്പച്ചനുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പച്ചനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പച്ചൻ പള്ളിയിലെ കപ്പ്യാരായിരുന്നു. അപ്പം ആളുകളാണെങ്കിൽ കളിയാക്കുകയും ചെയ്യും. അപ്പച്ചനാണെങ്കിൽ പള്ളിയിലെ കപ്പ്യാർ, ഞാനാണെങ്കിൽ സിനിമ ചെയ്യാൻ നടക്കുന്നു. നേരെ മറ്റേ മേരിക്കൊണ്ട് ഒരു കുഞ്ഞാട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കറക്റ്റായിട്ട് ഇത് നിന്റെ കഥയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതിന് അതെ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് അല്ലാതെ ആയി മാറി. കാരണം അതിനകത്ത് ദിലീപ് സിനിമ ചെയ്തില്ല. ഇപ്പോൾ ഒരു മൂവി സിറ്റുവേഷനിൽ ഇന്ന രീതിയിൽ കമ്പോസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിലെന്തെങ്കിലും ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പക്ഷെ അങ്ങനെ ഒരു അതില്ല. കാരണം നമ്മൾ ഒരു ടീമായിട്ട് ഫീഡ് ചെയ്യില്ല, അതാ പ്രശ്നം. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓരോ പോയിന്റിലും എന്ത് സംഭവിക്കും നമുക്കറിയാം. അപ്പോൾ എന്ന് വെച്ചാൽ നേരത്തെ കൺവേ ചെയ്യും, എടാ ഇങ്ങനെ ആയിരിക്കണം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന പരിപാടിയേ ഉള്ളൂ. അത് ഇപ്പം ഒരു ട്യൂൺ ഉണ്ടാക്കിയാൽ അത് സ്ക്രാച്ച് ഉണ്ടാക്കി കേൾപ്പിക്കും, ഓക്കെയാണ്. പിന്നെ വഴക്കം അങ്ങനെ പുള്ളി അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പം 2013 പരിചയപ്പെട്ടു. അവിടെ നിന്നിട്ട് ഈ സമയം വരെ പുള്ളി ഒരാളെ വഴക്ക് പറയുന്ന ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ചൂടൊന്നാവത്തില്ല, കാര്യങ്ങൾ പറയുള്ളൂ. ഇപ്പൊ എനിക്ക് മ്യൂസിക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടാ ഇതല്ല വേറെ പിടിക്കാം, ടോണിൽ തന്നെ പറയാറുള്ളൂ. അതായത് അതാണ് ഡയറക്ഷൻ. അത് അവർക്ക് തോന്നരുത് ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുക. നമ്മൾ ഒരുപാട് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടുമായിരിക്കും, പക്ഷെ പിന്നീട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുമല്ലോ. പഴയ സ്കൂളാണ്, അങ്ങനെ ഒരുപാട് ഒച്ച എടുത്ത് കൂടെ ഉള്ളവരെയൊക്കെ വെറുപ്പിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് ഒരു പഴയ പരിപാടിയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കമ്പനി, ഒരു ടീം വർക്കാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നടക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ, അല്ലെങ്കിൽ അങ്ങനെയല്ല ശരിക്കും എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഏറ്റവും താഴെയുള്ള അസിസ്റ്റൻറ്റിനും വന്ന് എൻ്റെ അടുത്ത് പറയാൻ പറ്റണം, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. ഞാനവിടെ തലക്കനോട്ട് എന്തിനും ചൂടായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇവനത് പറയുമില്ല, ഇതങ്ങനെ കയറി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ പക്ക റിസൾട്ട് കിട്ടുക. പിന്നെ ദീപക് ചേട്ടൻ ഇപ്പോൾ ചിത്ര ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്തു. ഹൗ വാസ് ദ ജേർണി? എങ്ങനെയായിരുന്നു ആ ഒരു മാമിൻ്റെ കൂടെ ഉള്ള വർക്കൊക്കെ? എങ്ങനെയായിരുന്നു? സ്മൂത്ത് ആയിരുന്നോ അതോ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു? ആദ്യം നമുക്കങ്ങനെ പേടിയാണ്. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന പാട്ടുകളല്ലേ പുള്ളിക്കാരുടെ ഒക്കെ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ പേടിയാവും നമുക്ക്. പക്ഷേ പുള്ളിക്കാരെ കണ്ടില്ല, പുള്ളിക്കാർ ചെല്ലുമ്പോൾ നമ്മളെ കംഫർട്ടാക്കും, ആ പേടിയൊക്കെ മാറ്റും. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ എവിടെങ്കിലും ഈ കമ്പോസ് ചെയ്യുമ്പോഴേക്കും ഒരു ഓർഗാനിക് പ്രോസസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എവിടെയോ ഏതോ മുറിയിലിരുന്ന് അല്ലെങ്കിൽ എവിടെയോ ഇരുന്ന് ഉണ്ടാക്കുന്ന ഈ പാട്ട് പുള്ളിക്കാർ പാടി കേൾക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമാണ്. പിന്നെ ചേച്ചി 2 വെർഷൻ പാടി തരും. ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ പോലെ,
പിന്നെ ചേച്ചിയുടെ ഒരു വേർഷൻ ഉണ്ടാവും, അത് രണ്ടാമത് പാടും. അതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സംഗതികളും പരിപാടിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നമുക്കങ്ങനെ ഓപ്ഷൻസ് തരും. അപ്പോൾ നമ്മളത് അങ്ങോട്ടും മാറ്റി മാറ്റി ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ മതി സാധനം. ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ ചെല്ലുമ്പോൾ പേടിയായിരിക്കും, പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും പരിപാടി കാണുമ്പോൾ പേടിയൊക്കെ മാറും. സെറ്റാണ് പുള്ളിക്കാരി, ഭയങ്കര. അതെ അതെ, ചെന്നൈയിലായിരുന്നു അതിൻ്റെ റെക്കോർഡ്. ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോ തന്നെയായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് ഒരു ഇമോഷണൽ എംപതി എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം ആവശ്യമുണ്ടോ? ലൈക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഉറുമ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ എംപതി പറ്റില്ല എഴുത്തില്. അപ്പൊ അതെങ്ങനെയായിരുന്നു? അവിടെ എന്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് പ്രാധാന്യം കൊടുക്കുക. കാരണം സിനിമ ഒരു വലിയ അറിയാലോ, ഒരുപാട് പണം മുടക്കി ചെയ്യുന്ന കാര്യമാണ്. അവിടെ നമ്മൾ അനാവശ്യമായിട്ട് ഇമോഷണലായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അന്നത്തെ ദിവസം കംഫർട്ട് അല്ല എന്ന് നമുക്കറിയാം, പക്ഷെ നമുക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് കണ്ടില്ലെന്ന് വെക്കേണ്ടിയൊക്കെ വരും. അല്ലെങ്കിൽ അത് വലിയ ഒരു ലോസിലേക്ക് നയിക്കും. അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു വലിയ ലോസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം സില്ലി ഇമോഷൻസിലേക്കൊന്നും നമ്മൾ വീഴാതിരിക്കുക. ഇപ്പോൾ എനിക്ക് ഒരാളെ കറക്റ്റ് ചെയ്യണം, ഇപ്പോൾ ഇവൻ കൊണ്ടുവരുന്ന ഒരു മ്യൂസിക് എനിക്ക് വർക്കായില്ല, ഇവന് വിഷമം ആകും എന്ന് വിചാരിച്ച് ഞാനത് പറയാതിരിക്കരുത്. കാരണം നാളെ ഈ മ്യൂസിക് കേൾക്കാൻ പോകുന്ന ഒരു 10 ലക്ഷം പേരുടെ ഒരു റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ നിൽക്കുന്നത്. ഈ 10 ലക്ഷം പേര് നാളെ പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ഞാൻ അവനെ പറഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ്. ആക്ച്വലി അത് അവരെ സഹായിക്കലാണ്. അപ്പം ഈ ഒരു നോളജ് ഉള്ളതുകൊണ്ട്, ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ അയ്യോ അവനെന്ത് വിഷമിക്കോ എന്ന് വിചാരിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം അതിന് ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ദേഷ്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞാലും നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തി പോകണമല്ലോ. അല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ ജോലിയോട് ചെയ്യുന്നൊരു ആത്മാർത്ഥതയില്ലായ്മയായിട്ട് വരും. പിന്നെ ഈ ഉറുമ്പിനെ കൊന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളെങ്കിൽ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ പറയില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആൾ, അത് പറ്റില്ല എന്ന്. സിനിമയ്ക്ക് അത് പറ്റില്ല, കുറച്ച് ഉറുമ്പിനെയൊക്കെ നോവിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഫീൽഡാണ് സിനിമ. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പോൾ ആ ആളാണ് ആദ്യം നമ്മളെ വിശ്വസിച്ചത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ദിവസത്തെ കംഫർട്ടില്ലായ്മ കാണണോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച കാര്യം ഓർക്കണോ, ഇത് ചോയ്സാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നമ്മൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് വരും. അപ്പോൾ ചില ഉറുമ്പുകളെയൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് നോവിക്കേണ്ടി വരും. ഉറുമ്പിനെ മാത്രം ടാർഗറ്റ്. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ കഥയൊക്കെ എഴുതുമ്പോൾ ഒരാൾ മനസ്സിൽ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആളെ കണ്ടിട്ടായിരിക്കും നമ്മൾ എഴുതുക എന്നുണ്ട്. അപ്പം റിനോയ് ചേട്ടൻ അങ്ങനെ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ എഴുതാറ്? അങ്ങനെ കണ്ടിട്ടാണോ നമ്മുടെ റൊണാൾഡോ ചിത്രം എഴുതിയിട്ടുള്ളത്? എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ രീതിയിൽ ഒരു 28 വയസ്സുള്ള അത്യാവശ്യം ഹ്യൂമറൊക്കെ പറയുന്ന ഒരാളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബേസിലിന് ഓർമ്മ വരും. അപ്പം അതുപോലെ ചിലപ്പോൾ കുറച്ചും കൂടി മെച്യൂരിറ്റി ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ മമ്മൂക്കേനെയും ലാലേട്ടനെയൊക്കെ, കുറച്ച് മാസ് പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ലാലേട്ടനെ ഓർമ്മ വരും. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ആദ്യം ആലോചിക്കില്ല. നമ്മുടെ ഡ്രീം ആണല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം അവർക്ക് ആപ്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങ് വിടുക, അവരെ കണ്ടു തന്നെ അങ്ങ് എഴുതുക. അപ്പോൾ ഭയങ്കരമായിട്ടത് നന്നാവും. കാരണം അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിത് ആലോചിക്കുന്നത്. ഈ രഞ്ജി പണിക്കരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കഥയും മമ്മൂട്ടിനെ അവരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ സിനിമകളും മമ്മൂക്കിനെ കണ്ടിട്ടാണ് എഴുതിയേക്കുന്നത്, എന്നിട്ടാണ് പിന്നെ ബാക്കി ആർട്ടിസ്റ്റുകളിലോട്ട് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. പിന്നെ പ്രാക്ടിക്കലി എന്താണോ സംഭവിക്കുന്നത്, ആ ആളെ അല്ല കിട്ടിയതെന്നുണ്ടെങ്കിൽ പിന്നീട് വരുത്തുന്ന മാറ്റങ്ങളുണ്ട്. അത് അവരുടെ ഭാഗത്തുനിന്നും ആ എഫർട്ട് ഇടുമ്പോഴേക്കും അത് മാറും. പക്ഷെ നന്നാവും. നമ്മളൊരു ആളെ കണ്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണ്, ഞാൻ കഥ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ആരെയും മനസ്സിൽ കാണാറില്ല. ഒരു ഡയലോഗ്സ് ഒക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോഴേക്കും ചില ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടാൽ അവരുടെ ചില മാനറിസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലേ? ഇപ്പം സലീം കുമാറിനെ കണ്ടെഴുതുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പുതിയൊരാളെ ഇവിടെ കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ
അത് ഡ്രൈ ആയി പോകും. അപ്പം അത് നല്ലതാ എപ്പോഴും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയാണ് ഈ സലിംകുമാർ സാറിനെയൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ എഴുതും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇങ്ങനെ വായിച്ചിട്ട്, എടാ ഇത് നീ ആരും ഉദ്ദേശിക്കണേ? അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ സലിംകുമാറിനെ ഉദ്ദേശിച്ചാണ്. എന്നിട്ട് സലിംകുമാർ ഇത് അറിയുന്നുണ്ടോ എന്ന് വെച്ച് കളിയാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അന്ന് പറഞ്ഞു എല്ലാവരും, അതിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ റൈറ്റേഴ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരു കഥ കിട്ടി, അപ്പോൾ സലിംകുമാറാണ് അതിനകത്ത് വരുന്നത്. വിളിച്ചിട്ട് അതെ എനിക്കൊരു കഥ കിട്ടി, ഞാനൊന്ന് മനസ്സിൽ കണ്ടോട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ എഴുതുന്നത്. അതെ, എല്ലാവരും അങ്ങനെ പറ്റുള്ളൂ. സിനിമ അങ്ങനെയാണ്. ഫസ്റ്റ് ഡ്രീമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. ആദ്യമേ ഡ്രീമാണ്, പിന്നെയാണ് അത് റിയാലിറ്റിയിലേക്ക് വരുന്നത്. അത് എത്ര സിനിമ ചെയ്ത ആളാണെങ്കിലും ആദ്യം അവരുടെ കയ്യിലുള്ളത് ഡ്രീമാണ്. ഇത് ഇന്ന ആൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് ഡ്രീമാണ്. അത് പിന്നെ റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ ഡ്രീമിൽ നമ്മൾ തടസ്സമൊന്നും വെക്കാൻ പാടില്ല. ഡ്രീം കാണുമ്പോൾ എന്തിനാ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ട കാര്യമില്ല. റിനോയ് ചേട്ടൻ ഈ ഡയറക്ഷൻ ഫീൽഡിൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിട്ട് കാണുന്നത് ആരാ? ലൈക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഡയറക്ഷൻ ഫീൽഡിലോ എഴുത്തിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചെറുപ്പത്തിലൊക്കെ എഴുത്തുകാരെയൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ലോഹിതദാസ്. അപ്പോൾ അവരുടെ റൈറ്റിങ്സ് ഒക്കെ നോക്കുമായിരുന്നു. ലോഹിത് സാറ് ഇങ്ങനെ അന്ന് മലയാള മനോരമയിൽ ഓരോ സിനിമയുടെയും കഥ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടായിരുന്നു. അപ്പോൾ കിരീടത്തിൻ്റെ കഥ എങ്ങനെയാണ് കിട്ടിയത്, ചെങ്കോലിൻ്റെ കഥ എങ്ങനെയാണ് കിട്ടിയത്, അങ്ങനെ ദശരഥത്തിൻ്റെ കഥ എങ്ങനെയാണ് കിട്ടിയത്, ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇങ്ങനെ എഴുതുമായിരുന്നു. മലയാള മനോരമയിലാന്ന് തോന്നുന്നു, അങ്ങനെ എഴുതുമായിരുന്നു. അത് ചെറുപ്പത്തിൽ വായിച്ചപ്പോൾ ഭയങ്കര അത് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ കഥ ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ ഒരു ഷാപ്പിൽ വെച്ച് കണ്ട ഒരു അടി ആണ് പിന്നീട് കിരീടമായിട്ട് മാറിയത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ. അപ്പോൾ ആ ഷാപ്പിൽ വെച്ച് കണ്ട അടി കണ്ട ഒരുപാട് പേരുണ്ട് അവിടെ, അവരാരും കിരീടം ഉണ്ടാക്കിയില്ല. അപ്പം നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു ലെസൺ ഞാൻ ഒരിക്കലും നേരിട്ട് കാണാത്ത ആളാണ് ലോഹിത് സാറൊക്കെ. പക്ഷെ അവരൊക്കെ ഗുരുസ്ഥാനീയരാണ്. അവരൊക്കെ അന്ന് ആ പുസ്തകങ്ങളിൽ കൂടി ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഡയറക്ഷൻ സംഭവിച്ചു പോയതാണ്. കാരണം എൻ്റെ ആഗ്രഹം ആരെങ്കിലൊക്കെ ഡയറക്റ്റ് ചെയ്യണം, ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതല്ല സംഭവിച്ചത്. കാരണം നമ്മൾ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തപ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി, കുഴപ്പമില്ലാതെയൊക്കെ വരുന്നു എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ എഴുതിയതല്ലേ, അപ്പോൾ നമുക്ക് തന്നെ സംസാരിച്ച് അത് മനസ്സിലാക്കി കൊടുക്കാനും ടെക്നീഷ്യന്മാരോട് ഇതാണ് വേണ്ടതെന്ന് പറയാനൊക്കെ പറ്റും എന്നൊരു കോൺഫിഡൻസ് എപ്പോഴോ കിട്ടി. അങ്ങനെയാണ് ഡയറക്ഷനിലോട്ട് വരുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ അസിസ്റ്റ് ചെയ്തു, അങ്ങനെ ഡയറക്ഷൻ പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. എഴുതിയ കാര്യം ഇപ്പോൾ വേറൊരാളുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമ്മൾ തന്നെ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് നമുക്കറിയാം. ഇപ്പോൾ ഒരാൾ ഡയലോഗ് പറയുമ്പോൾ തന്നെ അങ്ങനെയല്ല, ഈ മീറ്റർ അല്ല എന്ന് നമുക്ക് അറിയാം. അപ്പം നമ്മൾക്ക് എഴുത്തു വശം ഉള്ളത് കൊണ്ടാണ് ഡയറക്ഷൻ പറ്റിയേക്കുന്നത്. അല്ലാതെ ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. വേറൊരാളുടെ സ്ക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്രയും പഠിച്ച് ചെയ്യണം. അവരെന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളത് അത്രയും മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത് നമുക്കറിയാലോ, നമ്മുടെ ക്യാരക്ടേഴ്സ് അല്ലേ, നമ്മളിൽ നിന്ന് ഉണ്ടായ ആളുകളാണ്, അവരുടെ ഇമോഷൻസാണ്. അപ്പം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ചോദിക്കുന്ന ഒരു ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പുസ്തകത്തിലോട്ട് പോകാൻ കാരണം ഒന്ന് റിലാക്സ് ആവാൻ, ഒന്ന് കുറച്ച് നാളൊന്ന് സിനിമയുടെ ഇതൊന്ന് ചൂടിൽ നിന്നൊന്ന് മാറി നിൽക്കണമായിരുന്നു. കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ്. അതിൻ്റെ മാർക്കറ്റിങ്ങും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളെ തലയ്ക്ക് ചൂട് പിടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മാറി കഥകളുടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ സിനിമയുടെ പിന്നാലെ പോകുമ്പോൾ വായനയൊക്കെ അങ്ങ്, ഡയറക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ മൂഡ് കിട്ടണം എന്നില്ല. എപ്പോഴും ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 100 പ്രശ്നങ്ങളായിരിക്കും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് സോൾവ് ചെയ്യലാണ് നമ്മുടെ ജോലി. അപ്പോൾ എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരിക്കും, അത് സോൾവ് ചെയ്യലാണ് ജോലി. അത് എപ്പോഴും ഉണ്ടാകും.
അപ്പോൾ അതിൽ നിന്നൊന്ന് മാറുക. നമ്മൾ അത് അങ്ങോട്ട് അതെ, എപ്പോഴും നമ്മളൊരു എഴുത്തുകാരനാണ് എന്ന് നമ്മൾ മറന്നു പോകുന്നൊരു ഘട്ടമൊക്കെ വരും ചിലപ്പോൾ. ബിസിയായി നിൽക്കുമ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒക്കെ അത് പിന്നെയും നമുക്ക് ക്യാരക്ടേഴ്സും കഥകളൊക്കെ വീണ്ടും മുളച്ച് പൊന്താൻ തുടങ്ങും. അതാണ്. അപ്പം ആ ഒരു പ്രോസസ്സ് വേണം എല്ലാവർക്കും. അതിനകത്താണ് ക്രിയേറ്റിവിറ്റി ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരുപാട് സിനിമ കാണില്ല. ഒരു സിനിമയൊക്കെ ഇന്ന് കണ്ടതിന് ശേഷം 2 ദിവസമൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ അല്ലാതെ അടുപ്പിച്ചിരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകും ഈ സിനിമ. അങ്ങനെയാണ്. എല്ലാം പോകും. ഞാൻ ഇങ്ങനെ കുട്ടികളെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചിലയിടത്തൊക്കെ വിളിക്കും. അപ്പം ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് സിനിമ കാണാണ്ട് സിനിമ കണ്ടിട്ട് ആ സിനിമയെ കുറിച്ച് ഒരുപാട് ഇരുന്ന് ആലോചിക്കണം. എങ്ങനെയാണ് അവർ ആ സിനിമ ചെയ്തേ, ഈ കഥ അതിന് വേണമെങ്കിൽ ഒന്നുകൂടിയും കാണണം. പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ ഇരുന്നിങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ പണ്ട് കണ്ട സിനിമകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അതൊക്കെ ഒരു തവണ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അന്നൊക്കെ ആഴ്ചയിൽ ഒരു സിനിമയാണ് നമ്മൾ കാണുന്നത്. ഈ ആഴ്ചയിലൊക്കെ നമ്മൾ ഈ സിനിമ ആലോചിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഹിറ്റ്ലർ സിനിമ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരാഴ്ച മൊത്തം സ്കൂളിൽ ഇതിനെക്കുറിച്ചുള്ള സംസാരമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു തവണ കണ്ടിട്ടുള്ളെങ്കിലും ഭയങ്കരമായിട്ട് അത് മനസ്സിൽ നിൽക്കും. ഇപ്പം എന്താ പറ്റണേന്ന് വെച്ചാൽ ചില പിള്ളേർ അങ്ങനെ ഈ റീൽസ് കാണുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. നമ്മുടെ ഒരു ബ്രെയിനിൽ നിൽക്കില്ല ഇത്. ഞാനിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരവും ആലോചിക്കും, ഇപ്പം ഇന്ന് ഫുള്ളിരുന്ന് റീല് കണ്ടു, എന്നിട്ട് എന്താണ് കണ്ടത്, എന്താണ് എനിക്ക് കിട്ടിയത്, എന്താണ് മൊത്തത്തിലൊരു ടോട്ടാലിറ്റിയിൽ എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് കുട്ടികളോടൊക്കെ. ഇങ്ങനെ ഈ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ അഡ്വൈസൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഒരുപാട് ഇങ്ങനെ ഇരുന്ന് കൺസ്യൂമർ ആകാതെ തിങ്ക് ചെയ്യുന്ന ആളുകളാവുക എന്നുള്ളതാണ്. പഴയ പോലെയല്ല, ഭയങ്കര ഡിസ്ട്രാക്ഷനല്ലേ. ഇപ്പോൾ എഴുത്തെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. നമ്മൾ എഴുതാനിരിക്കുമ്പോൾ തന്നെ ഈ ഫോൺ ഞാനൊക്കെ സൈലൻ്റ് ആക്കിയിട്ട് കമത്തി വെക്കും ഇങ്ങനെ, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. നെറ്റ് ഓഫ്, കോള് വരും. ചിലപ്പോൾ ആൾക്കാർ ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ അതിൻ്റെ ലിങ്ക്, അത് ക്ലിക്ക് ചെയ്യും. അത് കണ്ടിട്ട് പിന്നെ അറിയാണ്ടത് പിന്നെ നിർത്തണത് എപ്പോഴായിരിക്കും. അപ്പം ഒന്നും കൂടി കയറിയാൽ മതി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. ഇപ്പം ഇവരൊക്കെ ആണെങ്കിലും വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇവരെന്നെ വിളിച്ച് പറയണം, ഇങ്ങനെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ അങ്ങനെ അത് കാരണം നോട്ടിഫിക്കേഷൻ ഓഫാണ്. അല്ലെങ്കിൽ എഴുത്തൊന്നും നടക്കില്ല, വായന നടക്കില്ല. ചേട്ടൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണോ? ലൈക്ക് ചേട്ടൻ പറഞ്ഞല്ലോ എൻ്റെ കഥകൾ ഓരോരുത്തരുടെ ഇമോഷൻസ്, എനിക്ക് പരിചയമുള്ളവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഇമോഷൻസ്, അവരുടെ അനുഭവങ്ങളും ഒക്കെയാണെന്ന്. അപ്പോൾ ഈ പരിചയമുള്ളവരൊക്കെ പരിചയപ്പെടാൻ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് വലിയൊരു സൗഹൃദ വലയം തന്നെ ഉണ്ട്. ഒരുപാട് ആളുകളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. അപ്പം അവരുടെ പല ഇമോഷൻസും വളരെ പേഴ്സണലായിട്ട് കേട്ടിരിക്കുക. പരിഹാരമൊന്നും പറയാൻ നമ്മളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ലിസണറാണ്. അപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ കേൾക്കും, ജഡ്ജ് ചെയ്യാതെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും മനുഷ്യന്മാരുടെയൊക്കെ ഇമോഷൻസ് അറിയാം. ഇപ്പം സിനിമ എഴുതുമ്പോൾ അല്ലെങ്കിൽ കഥ എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ഒരു ഇമോഷനായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരാൾ അനുഭവിച്ച ഇമോഷനായിരിക്കണം. ഈ കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു സിൻസിയറിറ്റി ഉണ്ടാവില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകും. നമ്മളറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ അത്ര സുഖമാകാറില്ല. അതുകൊണ്ട് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഥയ്ക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് നമ്മുടെ കൂടെയുള്ളവരിൽ കൂടി, ഇങ്ങനെ നമ്മുടെ കൂടെയുള്ളവരിലാണ് കഥ. നമ്മുടെ കൂടെയുള്ള ആളുകളിലൊക്കെ ഓരോ കഥകളുണ്ട്, അവരുടെ ജീവിതാനുഭവങ്ങളുണ്ട്. ഇപ്പം ചിലർ ഓരോ കാര്യങ്ങളൊക്കെ പറയും, എന്നിട്ട് ഞാനത് കഥയാക്കും. അപ്പോൾ ഇവൻ പറയും, ഇത് ഞാൻ പറഞ്ഞ സംഭവം വെച്ചിട്ടല്ലേ കഥയാക്കിയെന്ന് പറയും. പക്ഷെ ഞാൻ പറയും, അപ്പം നീ പറഞ്ഞു, പക്ഷെ ഞാനാണല്ലോ കഥ ആക്കിയത് എന്ന് പറയും.
കഥ എന്ന് പറഞ്ഞാൽ ട്രാവൽ ഉണ്ട്. ട്രാവൽ എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുക. പിന്നെ പുസ്തകങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കും. അതിൻ്റെ വേറൊരു ആംഗിളൊക്കെ നമുക്ക് തുറന്നിട്ട് തരും. പുസ്തകങ്ങളും ആളുകളുമാണ് ഒരു എഴുത്തുകാരൻ്റെ ഒരു യഥാർത്ഥ ട്രാവൽ. അതാണ് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ പോയി ഹിമാലയത്തിൽ പോയി ഇരുന്നിട്ടും ഒന്നും കിട്ടണം എന്നില്ല. ഒറ്റയ്ക്കുള്ള യാത്രകളെക്കാളും പിന്നെ പോകും ഇങ്ങനെ കൂട്ടുകാരുടെ ഒപ്പമൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം ഒന്നും ചെയ്യാനില്ലാതെ ഒരു മുറിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുക, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ആലോചിക്കുക. പുതിയ സിനിമകളെ നമ്മൾ ആദ്യം കാണുമല്ലോ, ആ ഒരു മനസ്സിൻ്റെ ട്രാവൽ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ നായകൻ സിംഗപ്പൂരാണെങ്കിൽ ഞാനപ്പോൾ സിംഗപ്പൂരാണ്, എൻ്റെ ട്രാവൽ അതാണ്. അപ്പോൾ നമ്മളത് അതെ, അത് എൻജോയ് ചെയ്യുന്ന, അതിനാണ് ശ്രമിക്കുന്നത്. സോ നിങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ നിന്നും നമുക്ക് കൊക്കോയിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിൽ വി ആർ വെരി താങ്ക്ഫുൾ. ഇനിയും ഒരുപാട് പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോഴത്തെ ലെവലിൽ നിന്നും 10x മുകളിലേക്ക് പോകാനായിട്ട് അന്നാക്ക് പൊന്നാവട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്തരം ചർച്ചകൾ നല്ലതാ. അത് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും. താങ്ക് യു എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന്. നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു പോഡ്കാസ്റ്റായിട്ട് പുതിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് വീണ്ടും കാണാം. ബൈ.